നമസ്കാരം. ഞാൻ നിങ്ങളുടെ പാലക്കാടൻ ജാമിച്ചൻ. ഞാൻ എവിടെയാ വന്നിരിക്കുന്നു പറഞ്ഞാ നമ്മുടെ പെരുവമ്പേ കല്ലഞ്ചറ കൈത്തറി ഗ്രാമത്താണ്. അറിയാലോ, കൈത്തറി ഗ്രാമം പറഞ്ഞ പേര് കേട്ട ഗ്രാമമാണ് നമ്മുടെ പാലക്കാട് പെരുവമ്പ് കല്ലഞ്ചറ കൈത്തറി ഗ്രാമം. ആ ഗ്രാമത്തില് നമ്മുടെ കശവ് കട ബിജൂസ് കശവ് കടയിലാണ് ഇട്ടുള്ള വന്നിരിക്കുന്നത്. അപ്പൊ ബിജൂസ് കശവ് കടന്റെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. വരി ഉടുത്ത് നിർത്തിയതാണോ? ഇങ്ങനെയൊക്കെ ഉണ്ടില്ലേ? ബിജുക്കുട്ടിയെ നമസ്കാരം. എന്താ പറയണ്? ഞാന് നിങ്ങളുടെ ഇവിടെ വന്ന് കാണാൻ പറഞ്ഞു വന്നതാണ്. കല്ലഞ്ചറ കൈത്തറി ഗ്രാമം പറഞ്ഞ് പേര് കേട്ട ഗ്രാമമല്ലേ? ഇനിയിപ്പോ ഓണം വരാൻ പോകുകയല്ലേ? അപ്പൊ നിങ്ങളുടെ കടയിലൊക്കെ ഒന്ന് കേറി വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടാണ്. എന്താണ് ഓണത്തിരക്കാകാനായ? എന്താ പറയാ? ശരി, നിങ്ങളുടെ സന്തോഷം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഇതുകൊണ്ട് തന്നെ ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ. ശരി. അപ്പോഴേ എന്താണ് വിശേഷം? കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ്? ഇവിടെ നമ്മുടെ കല്ലഞ്ചറ കൈത്തറി ഗ്രാമം ഇല്ലേ? ഇവിടെ നിന്നാണ് ഇല്ലേ ശരിക്കും പറഞ്ഞ എല്ലാവർക്കും പോണത് കൈത്തറി തുണിത്തരങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ ഇവിടെ ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കണ നമ്മുടെ ഇവിടെ ഉണ്ടാക്കണതാണ് ഇല്ലേ? അടുക്കി അടുക്കി വെച്ചിരിക്കണു. നമ്മുടെ അവിടെ കച്ചവടത്തിന് വരുന്നവർക്കും ഇവിടെ എടുത്തിട്ടാണ്. അത് ശരി, കളമാറേ. ഇവിടെ നാടില്ലേ എടുത്തിട്ട് വരുന്നു. ഇതൊക്കെ വലിയ കാര്യല്ലേ നമ്മുടെ ആൾക്കാർക്ക് ഇല്ലേ? ഇപ്പോഴും ഉണ്ട് ഇല്ല ഇങ്ങനത്തെ ഒറ്റമുണ്ട്. ഇതൊക്കെ വലിയ കാര്യമാണ്. എനിക്ക് ഡബിൾ വേസ്റ്റിങ് അതൊന്നും പിടിക്കില്ല. ഇങ്ങനത്തെ തന്നെ ഇഷ്ടം. ഇതൊക്കെ പിള്ളേരുടെ അടുത്ത് ഞാൻ ഇത് എടുത്തിട്ട് വരാൻ പറഞ്ഞാൽ അവർ വേറെയൊക്കെ എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് വരും. ഇതൊക്കെ ഉണ്ട് ഇല്ലേ? ഇതാണ് കൈത്തറി. കല്യാണത്തിന് പെൺകുട്ടിക്ക് ഇത് പെൺകുട്ടിക്ക് കല്യാണക്കുട്ടിക്കുള്ള അങ്ങനത്തെയാണ്. ഇതാ നോക്കി, കല്യാണക്കുട്ടിക്കുള്ള നല്ല കസവമുണ്ട്. കല്യാണം ഗുരുവായൂർ വെച്ചിട്ടാണ്. അപ്പൊ താലി കെട്ടിന് കൊടുക്കാനുള്ള സെറ്റുമുണ്ടാണത്. ഗുരുവായൂർക്കുള്ളത് ഇവിടുന്നാണ്. നന്നായി. എന്തായാലും നല്ല പകിട്ട് എല്ലാം ഇതാണ് പകിട്ട്. ഇതിപ്പോ കല്ലഞ്ചാറ് സൗദി അറേബ്യയിലുള്ള ഒരു ഡോക്ടർ അവരുടെ മകന്റെ കല്യാണം, ഇത് കല്യാണ പെൺകുട്ടിക്കുള്ള സെറ്റുമുണ്ട്. ഇത് സെറ്റുമുണ്ട്. അപ്പൊ ചെക്കന്റെ അമ്മയ്ക്കും അവരുടെ കുടുംബക്കാർക്കുള്ള സെറ്റുമുണ്ടല്ലാണ്. ഇപ്പൊ എവിടെ പോയാലും ഒരേ പണിയാണ്. ഇപ്പൊ കല്യാണങ്ങൾക്കൊക്കെ പോയാലേ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ സാരിയും ജാക്കറ്റും ഉടുപടിയൊക്കെ ഒരേ പോലെയാണ് ഇല്ലേ? അത് ശരി, അത് ശരി. എന്തായാലും നമ്മുടെ ഇവിടുത്തെ തുണിത്തരങ്ങൾ മെച്ചമുള്ളതാണ്. എന്താ പറയാ, അവിടെ ഈ വേറെ ഒരു സ്ഥലം പറയില്ല, എന്താണ് അതിന് പറയണ്? അതെവിടെയാണ്? അപ്പൊ തൃശ്ശൂർ ജില്ലയില്. തൃശ്ശൂരാണ് അത്. തൃശ്ശൂർ ജില്ലയാണ്. നമ്മുടെ പാലക്കാട് ജില്ലയില് കല്ലഞ്ചറ. അത് കുത്താമ്പുള്ളി. അവിടേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ അവിടെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ ഷർട്ടുകളും ഒക്കെ അതന്നെ അല്ലേ ഇവിടെ ചെയ്യുന്നത്? നെയ്ത് ഉണ്ടാക്കുന്നതാണ് ഇല്ലേ? അത് നെയ്ത്തുകാരനെ ഒന്ന് കാണാനുണ്ട്. നമുക്ക് അവിടെയും പോണം. ഒന്ന് കാണാനുണ്ട്. ഇതൊക്കെയാണ് സെറ്റ് മുണ്ടുകൾ ഇല്ലേ? അതാണ് ഡബിൾ മുണ്ടുകള്. ശരി ശരി, ഇങ്ങനെയുള്ളതാണ്. ശരി. അപ്പൊ എല്ലാ ഓണമായല്ലോ, എല്ലാ ചരക്കും വന്ന് അടുക്കി വെച്ചിരിക്കുകയാണ് ഇല്ലേ? ആകട്ടെ ആകട്ടെ. നെയ്ത് വന്നതാണ്. ഇതൊക്കെ ഒരു പുതിയ തരമുണ്ട്. അത് ശരി. ഗോൾഡൻ കളറിന് പകരം റോസ് ഗോൾഡ്. ഇതാ കണ്ട, ഇതിപ്പോ എന്ത് റോസ് ഗോൾഡ്. റോസ് ഗോൾഡ് പറഞ്ഞ കുട്ടികൾക്കൊക്കെ ഇത് കണ്ടാ വിടില്ല കേട്ടോളെ. പുതിയത് ചെമ്പിന്റെ കളർ കണ്ടില്ലേ? ഈ കസവ് വേറെ സ്വർണ്ണ കസവ് പോയി ഇപ്പൊ ഇങ്ങനത്തെയായി, ചെമ്പായി. എന്താ പറയണിതാ, ചെമ്പിന്റെ ഒക്കെ വരാൻ തുടങ്ങി. ഇതാ പുതിയ പുതിയ തരങ്ങളാണ് കേട്ടോളി. ഇവിടെ നമ്മുടെ ബിജൂസ് കസവ് കടയിലാണ് നാം വന്നിരിക്കണതേ. അവിടുത്തെ തുണിത്തരുവല്ലേ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കണ്. അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം. അതാ സാരികള്.
കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ? ഇത് അങ്ങനെ സാരികള്. ഓ ഓ ഓ ഓ ഓ ഓ അത് ശരി. ഓ ഒക്കെ ഡിസൈൻ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതില് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ. ആ അത് ശരി. ഓ ഓ ഓ ശരി ഇതാ. ഓ ഇതൊക്കെയാണ് ഇതിന്റെ ഒക്കെ വിലകളും കാര്യങ്ങളൊക്കെ എങ്ങനെ വരും? ആൾക്കാർക്കൊക്കെ മെച്ചമുണ്ടാ വില? സാരികൾക്ക് 400 രൂപ മുതലുണ്ട്. 400 റുപ്യ മുതൽ. സാരിയുടെ ഡിസൈൻ അനുസരിച്ച് കൃഷ്ണന്റെ ആ ആ അത് ശരിയാ. ഉണ്ണികൃഷ്ണന്റെ ഇതൊക്കെ നെയ്തെടുക്കുകയാണല്ലോ അല്ലേ ചിത്രങ്ങള്? ഗോൾഡൻ സാരി ടിഷ്യൂ. ആ ഓ ഓ ഓ ഓ പുതിയത്. ഓ അവിടെ കാണിച്ച പോലെ മുണ്ട് പോലെ. ഓഹോ ഇതാ കണ്ട സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോളി. ഗംഭീരമായിട്ടുണ്ട്. ഓ ഇത് കോപ്പർ. ആ കോപ്പർ. ആ ഇത് കോപ്പർ എന്താ പറയാ? ഇത് എന്താ പറയാ? എല്ലാം ഉണ്ട്. എല്ലാ തരത്തിലുള്ള തുണിത്തരങ്ങളും നമ്മുടെ ബിജൂസ് കശവിന് കടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓണം ഗംഭീരമാക്കണം. ഏത് ഞാനിഞ്ഞിപ്പോ കാണിച്ചു തന്നില്ല പറഞ്ഞിട്ട് വേണ്ട പറഞ്ഞിട്ടാണ് നമ്മുടെ കടയിൽ കയറിയിരിക്കുന്നത് കേട്ടോളി. ആ ഓ ഇതും കല്യാണ സാരിയാണ് ഇല്ലേ? ഓ ഇത് കല്യാണ സാരി. ഇതും വിലകളൊക്കെ അവിടെ നിന്ന് തുടങ്ങും. ഇത് ഈ സാരി 12,000 രൂപ. 12,000 ഉറുപ്പിക്കാണ് ഇല്ലേ? അപ്പൊ ഇത് നല്ല പണിയുണ്ട് ഇല്ലേ? സാരി നെയ്യണമെങ്കിൽ ഒരു 3 ദിവസം. 3 ദിവസത്തെ പണിയാണ്. മുന്താണി വർക്ക് ചെയ്യാൻ മാത്രം ഒരു ദിവസം. ഒരു ദിവസമാണ്. സാരി നെയ്തെടുക്കാൻ 2 ദിവസം. അങ്ങനെ 3 ദിവസം. 3 ദിവസത്തെ അധ്വാനമാണ് ഇല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. ഇതില് ഒരു നൂല് കോട്ടണം, നൂല് കസവും. അതാണ് ഈ ഗോൾഡൻ ഷെയ്ഡ് വരുന്നത്. അങ്ങനെയാണ് കണ്ട. ഓ ഓ ഓ ഓ അത് ശരി. ഓ നമ്മൾ സാധാരണ കോടി കളറല്ലേ കോട്ടൺ നൂല്. ഇത് അതിന് പകരം ഒരു നൂല് കസവും ഒരു നൂല് കോട്ടണം. ഓ അങ്ങനെയിട്ട് വളരെ എന്താ പറയാ? ഓ നെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതാണ് വില കൂടുതൽ പറയുന്നത്. വില കൂടിയാലും പകിട്ടായിരുന്ന സാധനമാണ് കേട്ടോളൂ ഈ സാരി. ഓ അങ്ങനെയാണ്. അപ്പൊ നമ്മള് ഷർട്ടുകൾ കണ്ടു, പിന്നെ നമ്മുടെ മുണ്ടുകള്, പിന്നെ അങ്ങനെ സാരി വന്നു, സെറ്റ് മുണ്ട് പറയില്ലേ പെണ്ണുങ്ങൾക്കുള്ളത്. അതൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇതൊക്കെയാണ്. ഓ ഓ ഓ ഓ ശരി. ഓ നന്നായിട്ടുണ്ടല്ലോ. കുറച്ച് മുമ്പ് കല്യാണത്തിന് കൊടുക്കേണ്ട സെറ്റ് മുണ്ട് കാണിച്ചു തന്നു. സെറ്റ് മുണ്ടുകളാണ്. ഓ ഓ ഓ അത് ശരി. ഓ ഓ നന്നായിട്ടുണ്ട് കേട്ടോളി. എന്തായാലും ഗംഭീരമാണ്. സെറ്റ് മുണ്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നെയ്തെടുക്കുന്നതാണല്ലോ. ഇത് കള്ളത്തരവില്ലല്ലോ. ഇവിടുന്നൊക്കെ നെയ്ത് തന്നെ നമ്മുടെ ഇവിടുന്ന് തന്നെ വരുന്ന സാധനം അല്ലത്. അപ്പൊ പിന്നെ അതിന്റെ മകിട്ട് കാണുമല്ലോ. ശരി. നമ്മുടെ മുണ്ട് കാണിച്ച പോലെ നന്നായിട്ടുണ്ട് കേട്ടോളി. ഏറ്റവും പുതിയ മോഡലാണ് കോപ്പറിന്റെ ലൈന്. ചെക്ക്. കണ്ടോളി നല്ല സാധനങ്ങളാണ്. അപ്പൊ ബിജൂസ് കസവ് തുണിക്കടയിൽ വന്നാലേ എല്ലാവിധ സാധനങ്ങളും നമ്മുടെ ബിജൂസിലുണ്ട്. ഏത് അപ്പോളേ കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ അവിടെ മോളിൽ കയറി പോണാ. കുട്ടികൾക്ക് ഹാഫ് സാരി, അതുപോലെ പാവാടയും ബ്ലൗസ്, അതൊക്കെ വേണല്ലേ? എല്ലാവർക്കും ഉള്ളതുണ്ട്. ഓ ഇപ്പൊ വലിയവർക്കുള്ളതാണ് ഇത്. ഇവിടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ മുകളിലാണ്. നമുക്കൊന്ന് കാണാൻ പോണം, മുകളിലും പോണം. അപ്പോളേ ഇവിടത്തെയൊക്കെ കഴിഞ്ഞിട്ടോളി നമുക്ക് മുകളിലൊന്ന് കാണാം. ഏത് വരി. ഓ കേരാനുണ്ട് ഇല്ലേ? ഓ 2ാം നിലയാണ് ഇല്ലേ? ഓ ഇവിടെയാണ് കുട്ടികൾക്കുള്ള കാര്യങ്ങൾ. ശരി ശരി. ഓ ഇതാണ് വീട്ടുകാരി വരിയാണ്. നമസ്കാരം. എന്തായാലും കാണാൻ പറ്റുമോ? 2ആളും ഉണ്ട്. കച്ചവടക്കാരൊക്കെ ആയിക്കൊണ്ട് വരികയല്ലേ എന്തായാലും. പിന്നെ അപ്പൊ നമ്മുടെ ഓണം വരുന്നു. ഓണത്തിന് ആൾക്കാരൊക്കെ നിറയെ വരണം. നമ്മുടെ അവിടുന്ന് തുണികൾ എടുത്തിട്ട് പോകണം. അപ്പൊ അവർക്ക് ഈ എന്തോ പറയില്ലേ ഡിസ്കൗണ്ട് ഒക്കെ എന്തോ പറയില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കടയിലുണ്ടാ? ഉണ്ട്. ഓണത്തിന് മാത്രമല്ല വർഷം മുഴുവനും കൊടുക്കാറുണ്ട്.
കൊടുക്കുന്നുണ്ട്. നെയ്ത്ത് ഗ്രാമമല്ലേ, ആ അപ്പൊ നമ്മള് വർഷം മുഴുവനും 10 മുതൽ 30 വരെ, ഓ 10% മുതൽ 30%. ഓ 10% മുതൽ 30% വരെ അനുസരിച്ച് ആൾക്കാർക്ക് ഈ തുണി എടുക്കുന്നതിനുള്ള കിഴിവ് കൊടുക്കും അല്ലെ. അപ്പൊ ഓണത്തിന് അപ്പൊ പ്രത്യേക കിഴിവും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടോളി. അതേപോലെ സമ്മാനങ്ങളും ഒക്കെ കൊടുക്കി. ഏത് കച്ചവടത്തിനനുസരിച്ച് സമ്മാനങ്ങളൊക്കെ കൊടുക്കി. ഓ എല്ലാ തരവും ഉണ്ടല്ലോ കളറ്. ഓ ഇനി കുട്ടികൾക്കുള്ള, ഓ ഇതാ കുട്ടികൾക്കുള്ളതാണ് ഇല്ലേ. ആ ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ഇത് ഉണ്ടാക്കുന്നതൊക്കെ ഇതൊക്കെയാണ് വിൽക്കാൻ വരുന്നില്ലേ നമ്മുടെ അവിടെയൊക്കെ. അത് ശരി, നമ്മുടെ പാലക്കാട് പെരുവമ്പില് കല്ലഞ്ചറയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി വിൽക്കണത് ഇല്ലേ. ആ ഇതാണ് നമ്മുടെ ഇവിടെ ഉള്ളതിന് നമുക്ക് പകിട്ടില്ല. ഇപ്പൊ വന്ന് കാണുമ്പോഴല്ലേ വിവരം അറിയണ് നമ്മുടെ കല്ലഞ്ചറ എങ്ങനെയുള്ള സ്ഥലമാണെന്ന്. ആ അപ്പോളേ കുട്ടികൾക്കുള്ളത്, ആ ആ ആ ആ ഓ ഇതാണ് കുട്ടികൾക്കുള്ളത്. ഓ ധാവണി ഇപ്പോഴത്തെ ഭാഷ. 4 വയസ്സ് മുതൽ 16 വയസ്സ് വരെ, 4 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള അളവ്. പാവാടയും ബ്ലൗസ്, ഫ്രോക്ക്, ഉടുപ്പ്, ഇത് മൂന്നും ഉണ്ട്. ആ ഓ ഓ ഓ ഓ ശരി. എന്തായാലും ഓണത്തിന് പറ്റിയ സാധനങ്ങളാണ് ഇല്ലേ കുട്ടികൾക്ക്. ഇപ്പൊ പണ്ടാണ് പട്ടുപാവാട പറയണ്, ഇപ്പൊ ഒക്കെ ഇങ്ങനെയുള്ള ഡിസൈൻ ആയില്ലേ. പട്ടുപാവാടിയും ജാക്കറ്റൊക്കെ വീടിലൊക്കെ കമ്മിയായില്ലേ. കുട്ടികൾക്ക് ഇപ്പൊ കാലം മാറി കഥ മാറി. എന്നാലും ആ പട്ടുപാവാടന്റെ പകിട്ട് ഇതിലുണ്ട്. ഏത് നോക്കുമ്പോ തന്നെ അറിയുന്നുണ്ട് ആ പട്ടുപാവാടിന്റെ പകിട്ട് ഈ ഉടുപ്പുകൾക്കൊക്കെ ഉണ്ട് കേട്ടോളി. അത് ശരി അത് ശരി. ഇത് കുഞ്ഞുകുട്ടി ചെറിയ കുട്ടികൾക്ക് ഇല്ലേ. എന്തായാലും ഓണത്തിന് ഗംഭീരമാകും. വരും ആളുകളൊക്കെ വരും, ഒരുപാട് വരണം. നമ്മുടെ കടയിൽ വന്ന് ഇതൊക്കെ കണ്ടു കേട്ട് അറിഞ്ഞ് വാങ്ങിയിട്ട് പോണം. ഇക്കൊല്ലം ഓണം നമ്മുടെ ബിജൂസ് കസവ് തുണിക്കടയിൽ നിന്നാകട്ടെ ഗംഭീരമാക്കണം. ഏത് കണ്ട എന്തൊക്കെ തരം തുണികളാണ് എല്ലാവർക്കും ഉള്ളതുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇവിടെ നെയ്തെടുക്കുന്ന തുണിത്തരങ്ങളല്ലേ. ഇതിന് നമുക്ക് ഊന്നൽ കൊടുക്കണ്ടേ. കണ്ണി കണ്ട് അവിടെ നിന്ന് വരുന്നതിനല്ല, നമ്മുടെ അവിടെ ഉണ്ടാക്കണതിന് നമ്മുടെ അവിടുത്തെ ആൾക്കാർക്ക് 10 രൂപ കൊടുക്കണം. അവിടെ ഇവിടെയും എന്താ പറയുക ബോംബെയിലും ദുബായിലും അവിടെ ഇവിടെയും വരുന്നതൊന്നുമല്ല. നമ്മുടെ നാട്ടിലുണ്ടാക്കണ കൈത്തറി തൊഴിലാളികളില്ലേ ഒരുപാടുണ്ട് കഞ്ഞി കുടിക്കണവർ. അതൊക്കെ നിങ്ങളുടെ ഈ കച്ചവടമൊക്കെ അവർക്കുള്ള കഞ്ഞിയല്ലേ. 250 കുടുംബമുണ്ട്. 250 കുടുംബം നമ്മുടെ കല്ലഞ്ചറ ഗ്രാമത്തുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെയ്ത്തുള്ളത് ഈ ഗ്രാമത്താണ്. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെയ്ത്തുകാരുള്ള ആ സ്ഥലവുമാണ് നമ്മുടെ പെരുവമ്പ കല്ലഞ്ചറ ഗ്രാമം. ആ ഗ്രാമത്തിന്റെ നടുവിൽ ആണ് നമ്മുടെ ഈ കട. ഏത് ബിജൂസ് കസവ് കട നമ്മുടെ ഗ്രാമത്തിന്റെ നടുക്കാണ്. അപ്പോളേ നമുക്ക് ബിജൂസ് കസവ് കടന്റെ മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും കൂടി അങ്ങോട്ട് പറയുന്നുങ്ങ. എല്ലാവർക്കും ഓണാശംസകൾ. ഓണാശംസകള്. മൂപ്പരാണ് അതിന്റെ ഉടമസ്ഥൻ കേട്ടോളി, ബിജൂസ് പറയുന്ന ആള്. അപ്പൊ ബിജൂസ് കസവ് തുണിക്കടന്റെ ഈ കൊല്ലത്തെ ഓണാശംസകള് മനസ്സ് നിറഞ്ഞ് ഈ പാലക്കാടൻ ജാമ്പിച്ച് നിങ്ങക്ക് നേരുകയാണ് കേട്ടോളി. എല്ലാവരും വരണം. ഏതായാലും ഓണം ഗംഭീരമാകട്ടെ. എങ്ങനെയാണ് ബിജൂസിനൊപ്പം.